Dear students, we continue our discussion on electrodynamics paper 2. In this particular video, I will be discussing the principle of a velocity selector and mass spectrometer. So let us begin with the velocity selector. A velocity selector is a device which is used to create a beam of charged particles having same speed. നമുക്ക് ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൊംബാർഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ് ബീം ഓഫ് പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഹൈ എനർജി പാർട്ടിക്കിൾസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ദേ ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദീസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആഫ്റ്റർ ദ കൊളീഷൻ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് മാസസ് ആൻഡ് ഡിഫറെൻറ്റ് വെലോസിറ്റി. പല മാസസും പല വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പല വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിൽ നിന്നും ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഒരു വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. വെലോസിറ്റി സെലക്ടറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ വെലോസിറ്റി സെലക്ടറിൻ്റെ പ്രിൻസിപ്പിൾ ഈസി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. So it is based on the Lorentz force, which is given as F is equal to Q into E plus U cross P. So Lorentz force എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രമുള്ളൊരു റീജിയൻ ആണെങ്കിൽ ചാർജിന്, ഒരു Q ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു E ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആ ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, സോ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുള്ള ഒരു റീജിയനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് യു വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു U ക്രോസ് B ആണ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും, അപ്പോൾ കമ്പൈൻഡ് ഫീൽഡ് ഒരു റീജിയനിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വെലോസിറ്റി ഓർ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ മാസിനെയോ വെലോസിറ്റിയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ. പക്ഷേ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി strength of the magnetic field and the angle between the velocity and the magnetic field. Okay, ഒരു വെലോസിറ്റി സെലക്ടറിൽ സാധാരണയായിട്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഇൻകമിംഗ് ബീം ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, വെലോസിറ്റി സെലക്ടറിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഓക്കെ, അപ്പം ഏത് ഹൊറിസോണ്ടലി സഞ്ചരിച്ചോ, ഇപ്പോൾ ഒരു എക്സ് ആക്സിസിൽ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോ ഈ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത് ഒരു ഡിഫ്ലക്ഷൻ റീജിയനാണ്. ഈ ഡിഫ്ലക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റീജിയൻ ബിറ്റ്വീൻ ടു പാരലൽ പ്ലേറ്റ്സ്. അതിൽ ലോവർ പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അപ്പർ പ്ലേറ്റ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിലേക്കായിരിക്കും. സോ ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ പറഞ്ഞു വന്നത് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേജ് ആണ്. ഓക്കെ, സോ അതൊന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിക്കിൾ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷൻ, ഇത് അപ്വേർഡ് ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേജ് ആയിരിക്കും. ഓക്കെ, നൗ സോ പറഞ്ഞത് ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാർജിന് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ദാറ്റ് വിൽ ബി സെയിം ആസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ?
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷനും അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ നെഗറ്റീവ് ടെർമിനലിലേക്കല്ലേ മൂവ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി അപ്വേർഡ്, ദ ഫോഴ്സ് വിൽ ബി ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, now what is the direction of the magnetostatic force? Magnetostatic force in the direction കാണണമെങ്കിൽ you have to find the direction of u cross p. okay, നമുക്കറിയാം u cross p എന്ന് പറഞ്ഞാൽ it is a vector perpendicular to both u and p അല്ലേ. ഇനി അത് ഫിക്സ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ യുവിൻ്റെ ഡയറക്ഷൻ ഉണ്ട് ഹൊറിസോണ്ടൽ, ബി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേജ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ അസ്യൂം ചെയ്യാം. സ്ക്രൂ വന്നിട്ട് തിരിക്കുക. എവിടെ നിന്ന് എങ്ങോട്ടാണ് തിരിക്കേണ്ടത്? യുവിൽ നിന്നും ബിയിലോട്ട് തിരിക്കുക. ഓക്കെ, സോ ഒരു സ്ക്രൂ എടുത്തു, യുവിൽ നിന്നും ബിയിലോട്ട് തിരിക്കുക. അപ്പോൾ സ്ക്രൂ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മേലോട്ടാണോ താഴോട്ടാണോ മൂവ് ചെയ്യാൻ നോക്കണം. അപ്പം ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയതുകൊണ്ട് സ്ക്രൂ താഴത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ഗീവ് യു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തത്, ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മേലോട്ടും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് താഴോട്ടുമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കോർ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും സം ആയിരിക്കും ലോറൻസ് ഫോഴ്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ അയോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, പക്ഷേ അയോണിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് മാറും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആവും. ഓക്കെ, അപ്പോൾ ആ 0 ആവുന്ന വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ലോറൻസ് ഫോഴ്സിൽ നമ്മൾ 0 എടുക്കാം. ഓക്കെ, നെറ്റ് ഫോഴ്സിന് 0 എടുക്കാം. അത് എപ്പോഴാണ് 0 ആവുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ട് ക്യൂ ഇ ഉണ്ട്, ക്യൂ ഇൻറ്റു u0. ആ പർട്ടിക്കുലർ വെലോസിറ്റി നമ്മൾ u0 എന്ന് കൊടുത്തു. ഓക്കെ, u0 ക്രോസ് ബി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? u0 b sin 90 എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് ക്യൂ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇ എന്ന് വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് u0 b എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് u0 എന്നുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ u0 is given by e by b. അപ്പോൾ velocity is given by the ratio of the magnitude of electric field divided by magnitude of the magnetic field. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള അയോണിൻ്റെ മേലെ എഫക്റ്റീവ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയുമ്പോൾ ഈ റീജിയനിൽ ഈ പാർട്ടിക്കിളിന് ഒരു ഫോഴ്സും അനുഭവപ്പെടുന്നില്ല, മേലോട്ടും താഴോട്ടും ഫോഴ്സും ഒന്നും അനുഭവപ്പെടുന്നില്ല. അത് ഫ്രീ ആയിട്ട് ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് പുറത്തോട്ട് വരും. ഓക്കെ, സോ a positive ion with a speed u0 will pass through the region without experiencing any force. അപ്പം അതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യാണ്ട് കടന്നു പോകും. ഇനി സപ്പോസ് വെലോസിറ്റി എന്ന് പറയുന്നത് അയോണിൻ്റെ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ u0, ഈ വെലോസിറ്റിയെക്കാട്ടിലും കൂടുതൽ വെലോസിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. യു കൂടുന്ന സമയത്ത് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുമെന്ന് പറഞ്ഞാൽ ഈ റീജിയനിലേക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ റീജിയനിലേക്ക് പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി സോ ഇറ്റ് വിൽ ബി ദ പാർട്ടിക്കിൾ വിൽ ബി ഡിഫ്ലക്റ്റഡ് ഡൗൺവേർഡ്, അല്ല താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നൗ ഇഫ് ദ പാർട്ടിക്കിൾ വെലോസിറ്റി ഈസ് ലെസ് ദാൻ u0, ഈ u0 എന്നുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയെക്കാളും കുറവാണ് അതിൻ്റെ വെലോസിറ്റി എങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുക എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ വിൽ ബി ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ എഫക്റ്റീവ് ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ u0. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് പാർട്ടിക്കിളിന് പല വെലോസിറ്റിയാണുള്ളത്. അതിൽ u0 വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ ഇത് ഡിഫ്ലക്ഷനൊന്നും കൂടാണ്ട് പുറത്തോട്ട് വരും. u0യെക്കാട്ടിലും കൂടുതൽ വെലോസിറ്റി ഉള്ളത് താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. u0യെക്കാട്ടിലും കുറവ് വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് മേലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഇവിടെയൊക്കെ അബ്സോർബ് ചെയ്യും. പക്ഷേ വെലോസിറ്റി സെലക്ടറിൻ്റെ പുറത്തോട്ട് വരുന്ന പാർട്ടിക്കിളിന് എല്ലായ്പ്പോഴും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u0 ആയിരിക്കും. ഈ u0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ
ratio of magnitude of electric field to the magnitude of the magnetic field. സോ അതുകൊണ്ടാണ് ഇതിനൊരു വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഇൻപുട്ടിൽ പല വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ ഉണ്ട്, പക്ഷേ ഔട്ട്പുട്ടിൽ ഒറ്റ വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ U0 വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ഇനി U0 മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂസ് മാറ്റുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. Next we discuss the mass spectrometer, the principle of a mass spectrometer. Mass spectrometer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള അയോൺസിനെ സെലക്ട് ചെയ്തു. ഈ പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള അയോൺസിൽ പല മാസസ് ഉള്ള അയോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിൽ നിന്നും സെപ്പറേറ്റിംഗ് ദ അയോൺസ് അക്കോർഡിംഗ് ടു ദെയർ മാസിനനുസരിച്ച് അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മാസ് സ്പെക്ട്രോമീറ്റർ. അപ്പോൾ മാസ് സ്പെക്ട്രോമീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അയോൺ സോഴ്സ്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന അയോൺ സോഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ വെലോസിറ്റി സെലക്ടർ. ആദ്യം നമ്മൾ അതിനെ വെലോസിറ്റി സെലക്ടർ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾസിനെ മാത്രം കടത്തിവിടും. ആൻഡ് ദർ ഇസ് എ ഡിഫ്ലക്ഷൻ റീജിയൻ വിത്ത് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഡിഫ്ലക്ഷൻ റീജിയൻ ഉണ്ട് വിത്ത് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേജ് ആണ്. ഓക്കെ, ആൻഡ് ആൻ അയോൺ ഡിറ്റക്ടർ സച്ച് ആസ് ഇലക്ട്രോൺ മൾട്ടിപ്ലയർ ഓർ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഇനി പുറത്തോട്ട് വരുന്ന അയോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൾട്ടിപ്ലയർ ഇലക്ട്രോൺ മൾട്ടിപ്ലയർ ആയിട്ടുള്ള ഡിറ്റക്ടറോ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു പല വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ വെലോസിറ്റി സെലക്ടർ അതിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ ആ പുറത്തോട്ട് വരുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോ U0 എന്ന് പറയുന്നത് E/B ആയിരിക്കും അല്ലേ. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് അഗെയിൻ ദർ ഇസ് അനദർ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, ഡിഫ്ലക്ഷൻ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ B' ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം സൈക്ലോട്രോൺ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടിങ് എ സർക്കുലർ പാത്ത് അല്ലേ. ഒരു സർക്കുലർ പാത്തിലായിരിക്കും അത് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് സൈക്ലോട്രോൺ ഫോർമുല ഒക്കെ എഴുതാം അല്ലേ. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി U ആണ്, അതിൻ്റെ മാസ് M ആണെങ്കിൽ അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് mu²/r എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു QU/B. B എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് B' ആണ്, അതുകൊണ്ട് അതിൻ്റെ B' ഇവിടെ കൊടുത്തു. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് ദ അയോൺ കണ്ടുപിടിക്കാം. മാസ് ഓഫ് ദ അയോൺ വിൽ ബി ഒരു U ക്യാൻസൽ ചെയ്ത് പോയി ബാക്കിയുള്ളത് QR B'/U. ഇപ്പോൾ U എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്ലക്ഷൻ റീജിയനിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള അതിൻ്റെ വെലോസിറ്റിയാണ്. അത് നമുക്ക് അറിയാം എങ്ങനെയാണ്, അത് വെലോസിറ്റി സെലക്ടറിൻ്റെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിനെ അനുസരിച്ചിരിക്കും. സോ ദാറ്റ് ഈസ് U ഈസ് ഗിവൺ ബൈ E/B അല്ലേ. സോ ആ യുവിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E/B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ QR B'/E എന്ന് വരും. ഓക്കെ, സോ മാസ് ഓഫ് ദ അയോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയസ് അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒക്കെ വാല്യൂസും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂസും ഒക്കെ ഫിക്സഡ് ആണ്, ചാർജ് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറയുന്നത് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഈ ഡിഫ്ലക്ഷൻ റീജിയനിലേക്ക് കിടക്കുമ്പം ഒരേ വെലോസിറ്റിയുള്ള പല മാസുള്ള അയോൺസ് പല റേഡിയസിലാണ് സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം മാസ് കൂടുന്ന സമയത്ത് റേഡിയസ് കൂടും. ഓക്കെ, മാസ് കുറവാണെങ്കിൽ കുറഞ്ഞ റേഡിയസിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ റേഡിയസ് കണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടും, ഓരോ പാർട്ടിക്കിൾ വന്നു വീഴുന്ന പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്കിതിൻ്റെ റേഡിയസ് മെഷർ ചെയ്യാം. അപ്പോൾ ഈ റേഡിയസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഫോർമുല വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഒരു മാസ് സ്പെക്ട്രോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ പല മാസുള്ള ഒരേ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾ തന്നെ പല മാസുള്ളത് പല റേഡിയസിലാണ് വന്നു വീഴുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് മെഷർ ചെയ്തിട്ട് നമുക്കതിൻ്റെ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഐസോട്ടോപ്പിക് സ്റ്റഡീസിനാണ്. അപ്പോൾ നമുക്കറിയാം ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് സെയിം ആയിരിക്കും, അതുപോലെ ആറ്റമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാസ് സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, so we will conclude this session here. Hope you understood the principle of velocity selector and mass spectrometer. Thank you.